ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രേപ്പിംഗ് സ്റ്റുഡിയോ. പട്ടുസാരി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സാധാരണ പട്ടുസാരി കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ അത് ഉടുത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യൂ. അല്ല FB, ഇൻസ്റ്റ ഐഡിയ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ഇടുകയും ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പട്ടുസാരി ഉടുക്കുന്ന സമയത്ത് പ്രീ പ്ലീറ്റിംഗ് ചെയ്ത് വെച്ചിട്ട് ഉടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഈസി ആയിട്ട് ഉടുക്കാനും കഴിയും, പെട്ടെന്ന് ഉടുത്തെടുക്കാനും പറ്റും. ആദ്യമായിട്ട് നമുക്ക് മുന്താണിയുടെ പ്ലീറ്റ് എടുക്കാം. ഇത്ര എടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കുടയണം. കുടയുന്ന സമയത്ത് കുറച്ച് പ്ലീറ്റ് നമുക്ക് ഓൾറെഡി കിട്ടും. അതിനെ ഒരുമിച്ച് പിടിച്ച ശേഷം ഇത് നന്നായിട്ട് അടുക്കി പിൻ ചെയ്യണം. പിൻ ചെയ്ത ശേഷം ഈ ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് അപ്പർ പ്ലീറ്റ് നീറ്റാക്കി എടുക്കുക. വീണ്ടും ഇത് മാറ്റിയിട്ടിട്ട് അടുത്ത പോർഷൻ പ്ലീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം നമ്മുടെ ഷോൾഡറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് അത്രയും ഭാഗം വരെ പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്തെടുക്കുക. ഷോൾഡറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മുതൽ ഇതുവരെയുള്ള ഈ ഇത്രയും ഭാഗത്തെ പ്ലീറ്റ് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് മുതൽ ഇതുവരെയുള്ള പ്ലീറ്റ് അയൺ ചെയ്തെടുത്ത ശേഷം പിന്നെ വേണ്ടത് ലോവർ പ്ലീറ്റ് ആണ്. ലോവർ പ്ലീറ്റും കറക്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന അത്രയും അയൺ ചെയ്തെടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് പട്ടുസാരി ഡ്രാപ്പിങ്ങിൽ നമ്മൾക്ക് മുന്താണിയുടെ ഭാഗം എപ്പോഴും കുറച്ച് കട്ടി ഉണ്ടായിരിക്കും. വർക്കും അതിൻ്റെ ത്രെഡ് വർക്കും വീവിങ്സും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല കട്ടിയുള്ള പോർഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പല്ലു, അതായത് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഇതുവരെ ഉള്ള ഭാഗം പ്ലീറ്റ് അയൺ ചെയ്ത് പിൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാരി ഡ്രാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ പട്ടുസാരിയുടെ മുന്താണിയുടെ പോർഷൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാരി എങ്ങനെ ഉടുക്കാം എന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റൗണ്ട് ചുറ്റിയിട്ട് രണ്ടാമത്തെ റൗണ്ടിലാണ് നമ്മുടെ മുന്താണിയുടെ പോർഷൻ ഇടേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ മുന്താണി പ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പുറകുവശത്തേക്ക് ഇടാം. നമ്മൾ പുറകുവശത്തുള്ള ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഷോൾഡറിൽ പിൻ ചെയ്യണം. ഫസ്റ്റ് പ്ലേറ്റ് മാറ്റിയ ശേഷം നമുക്ക് പിൻ ചെയ്യാം. സാരി ഡ്രാപ്പിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകൾ ഞാൻ മുന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ അതെടുത്ത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് എവിടേക്കാണ് പിൻ ചെയ്യേണ്ടതെന്നും കറക്റ്റായിട്ട് സാരി ഡ്രാപ്പ് ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പോർഷനിൽ കൂടെ ഒന്ന് ബ്ലീഡ് ചെയ്ത് അയൺ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ വരെ അയൺ ചെയ്തിട്ടുണ്ട്. പതുക്കെ ഞാൻ ഇവിടുത്തെ പിൻ റിമൂവ് ചെയ്യാണ്. ചെയ്ത ശേഷം പ്ലീറ്റ് ഇതുപോലെ അടുക്കി ഒതുക്കിയെടുക്കുക. എടുത്ത ശേഷം ഈ ഫസ്റ്റ് പ്ലീറ്റ് വലിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എടുക്കുക. ഈ ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലത് വശത്തേക്ക് എടുക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ലെയേഴ്സ് ഇങ്ങനെ വരും. ഇത് നമ്മൾ തന്നെ എടുക്കുക. ലെയറായിട്ട് എടുത്ത് ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അപ്പോൾ ഈ ടൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പ്ലീറ്റും ഈ ലെയറും കൂടെ ഒരുമിച്ച് പിൻ ചെയ്യുക. അങ്ങനെ പിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് ആദ്യം ഈ ബോർഡർ എടുത്ത് പിൻ ചെയ്ത ശേഷം ബാക്കി നമുക്ക് ഇവിടത്തെ ഞൊറിവ് എടുത്തിട്ട് ഇവിടെ പിൻ ചെയ്യാം. മാക്സിമം വലതുവശത്തേക്ക് കയറ്റിയിട്ട് പിൻ ചെയ്യാൻ നോക്കുക. ഇപ്പം ഞാൻ ഫ്രണ്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ നമ്മൾ ആദ്യം സ്വന്തമായിട്ടൊന്ന് ഉടുത്ത് നോക്കിയിട്ട് ഇത്രയും ഞൊറിവിൻ്റെ പോർഷൻ കിട്ടി ഞൊറിവ് എടുത്തതിന് ശേഷം അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് കട്ടിയുള്ള സാരികളിലാണെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അയൺ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പെട്ടെന്ന് പ്ലീറ്റ് കിട്ടുന്ന ടൈപ്പ് സിൽക്ക് സാരികളാണെങ്കിൽ നമുക്ക് ഡ്രാപ്പ് ചെയ്തതിന് ശേഷം തന്നെ ഇങ്ങനെ എടുത്ത് പ്ലീറ്റ് എടുത്ത് കൊടുക്കാവുന്നതാണ്.
എപ്പോഴും പട്ടുസാരികളിൽ ഏറ്റവും കട്ടി കൂടുതലായിട്ട് വരുന്ന ഭാഗം മുന്താണിയുടെ പോർഷനാണ്. അത് ഓൾറെഡി നിങ്ങൾ പ്ലീറ്റ് ചെയ്ത് എടുത്തു വച്ചതിന് ശേഷം ഉടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ പ്ലീറ്റ് ചെയ്തെടുത്തു. പ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് പിൻ ചെയ്യാം. അതുപോലെ നമ്മൾ ഇതിൻ്റെ പ്ലീറ്റ് പിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് അടിക്ക് പിൻ ചെയ്യാൻ നോക്കണം. കുറച്ച് ഇതുപോലെ അകത്തി അറേഞ്ച് ചെയ്ത ശേഷം ഒന്ന് പിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ അകത്തി പിൻ ചെയ്ത ശേഷം ടക്കിങ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ലെയർ 1/1 ആയിട്ട് നമുക്ക് കിട്ടും. ടക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബെല്ലി ബട്ടൻ്റെ കറക്റ്റ് നേരെയായിട്ട് ടക്കിങ് പോയിന്റ് നിർത്തുക. ഇനി ഇതിന് ശേഷം നമ്മൾ ഈ പ്ലേറ്റ്, അതായത് അപ്പർ പ്ലേറ്റ് അറേഞ്ച് ചെയ്യണം. നമ്മൾ ലോവർ പ്ലീറ്റ് ടക്കിങ് ചെയ്യുന്ന സമയത്ത് പ്ലീറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത ശേഷം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അടുക്കി വെച്ചിട്ടാണ് പിൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ പ്ലീറ്റ് ഇപ്പോൾ 1/1 ആയിട്ട് കുറച്ച് മാറി ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിഞ്ഞ പോലെ തോന്നാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ തലേ ദിവസം തന്നെ പട്ടുസാരി മുന്താണി ആയിരുന്നാലും ലോവർ പ്ലീറ്റ് ആയിരുന്നാലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അയൺ ചെയ്ത് പിൻ ചെയ്ത് ഉപയോഗിക്കാൻ ഞാൻ പറയുന്നത്. തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫംഗ്ഷന് വളരെ പെട്ടെന്ന് തന്നെ ഉടുത്തെടുക്കാൻ പറ്റും. കാരണം പട്ടുസാരി കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഒതുക്കി ഉടുക്കാനും ഒരുപാട് സമയമെടുക്കും. അതിന് പകരം തലേ ദിവസമേ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. സാരി ഡ്രാപ്പിംഗ് ടിപ്സും സൈഡ് മറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടുത്തെ പ്ലീറ്റ് അതായത് ലോവർ പ്ലീറ്റും ഹിപ്പിൻ്റെ സൈഡൊക്കെ ടൈറ്റായിട്ടിരിക്കാൻ എന്ത് ചെയ്യണം, പ്ലീറ്റ് ഏത് പൊസിഷനിലാണ് കുത്തേണ്ടത്, ഇതെല്ലാം എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്കുകൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.